ദളിത് എഴുത്തുകാരൻ കെ കൊച്ചിന്റെ സംസ്കാര ചടങ്ങുകൾ കോട്ടയത്ത് പുരോഗമിക്കുന്നു. തത്സമയം അതിലേക്ക്. Property, reason, arms. Property, slope, arms. Property, order, Property, left or right hand. Property, kick, march. ടോബി ജോൺസൺ ഇപ്പോൾ നമ്മോടൊപ്പം ചെയ്യുന്നു. ടോബി, ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ, അരികവൽക്കരിക്കപ്പെട്ട ജനതയുടെ, അവഗണിക്കപ്പെട്ട ജനതയുടെ സ്വരമായി മാറിയ അവരുടെ പ്രശ്നങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിച്ച പ്രധാനികളിൽ ഒരാൾ വിടവാങ്ങുന്നു. എന്താണ് വിശദാംശങ്ങൾ? സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നുണ്ടോ? തീർച്ചയായിട്ടും സുഹൈൽ, എന്തായാലും സുഹൈൽ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു വിടവ് കേരള സമൂഹത്തിൽ ഇനി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെയാണ് അദ്ദേഹത്തിന് അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ അദ്ദേഹം മരിക്കുന്നത്. അതിനുശേഷം ഇന്ന് പുലർച്ചെ രാവിലെ 11 മണി മുതൽ തന്നെ കടുത്തുരുത്തിയിലെ മുനിസിപ്പൽ ഹാളിൽ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അവിടെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ രാവിലെ മുതൽ തന്നെ എത്തിയിരുന്നു. അല്പസമയം മുമ്പ് ഇപ്പോഴാണ് ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന ചടങ്ങ് കഴിഞ്ഞത്. ഇനി സംസ്കാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വീട്ടുവളപ്പിൽ തന്നെയാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏറെക്കാലം അദ്ദേഹം ജീവിച്ച ഒരു സ്ഥലമാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ദളിത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കുമ്പോൾ അവരുടെ നേരത്തെ സുഹൈൽ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെയൊക്കെ ഒരു ശബ്ദമായി മാറിയ വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ്, ഈ പ്രദേശത്തുള്ളവർ മാത്രമല്ല അതിന് പുറത്തു നിന്നും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തി അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൈൽ. ടോബിയാണ് വിശദാംശങ്ങൾ നൽകിയത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആ സമൂഹത്തിന്റെ വേദനകൾ, ആകുലതകളെല്ലാം പങ്കുവച്ച തൂലിക അത് കെ കൊച്ചിൻ്റെതാണ്, നിസ്സംശയം പറയാം. ഇത്തരത്തിൽ അവഗണിക്കപ്പെട്ട മനുഷ്യരുടെ ആത്മരോഷവും ആത്മരോധനവുമായിരുന്നു കെ കൊച്ചിൻ്റെ ശബ്ദമെന്നും നിസ്സംശയം നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിൽ ദളിത് അവകാശങ്ങൾക്കായി പോരാടിയ ആ മനുഷ്യർക്ക് വേണ്ടി പ്രത്യയശാസ്ത്രപരമായി തൂലികയെടുത്ത അതുല്യ പ്രതിഭ കെ കൊച്ചി വിടവാങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ കോട്ടയത്തെ വീട്ടുവളപ്പിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ അവിടെയുണ്ട്. ടോബി, തുടരാം. സുഹൈൽ, തീർച്ചയായിട്ടും നിരവധി പേരുണ്ട്. കേരളത്തിലെ കീഴാള സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്ന ഏറ്റവും ശ്രദ്ധേയനായ ഒരു ബുദ്ധിജീവിയും ചിന്തകനും എഴുത്തുകാരനും സാഹിത്യകാരനും ഒക്കെയായിരുന്നു അദ്ദേഹം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കേരളം കണ്ടതാണ്. പല വിഷയങ്ങളിലും, നിരവധി വിഷയങ്ങളിൽ, പ്രത്യേകിച്ചും ദളിത് വിഷയങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകൾ അത് വളരെയധികം കേരള സമൂഹത്തെ ചിന്തിപ്പിച്ചതും ഒരുപാട് ചർച്ച ചെയ്തതുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദളിതർ എന്ന ജീവിത ചരിത്രം അദ്ദേഹത്തിന്റെ ജീവിത സമരത്തിന്റെയും അതുപോലെ തന്നെ ദൈക്ഷണിക ജീവിതത്തിന്റെയും ഒക്കെ ഒരു നേർക്കാഴ്ച കൂടിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ദളിത് ജീവിതങ്ങളെ എങ്ങനെ സാഹിത്യത്തിലൂടെ പുറം ലോകത്തേക്ക് എത്തിക്കുക, അവരുടെ നിലപാടുകൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയുള്ള നിലപാടുകൾ ശക്തമായി എഴുതുക, പറയുക, പ്രസംഗിക്കുക തുടങ്ങിയ നിലകളിലെല്ലാം തന്നെ വിവിധ മേഖലകളിൽ അദ്ദേഹം ഈ ഒരു ദളിത് വിഷയം അദ്ദേഹം ഉന്നയിച്ചു. ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം അവസാന നാളുകളിൽ പോലും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് പല കാര്യങ്ങളും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ വളരെയധികം ശ്രദ്ധേയനായ ഒരു വ്യക്തി തന്നെയായിരുന്നു
കീഴാള വർഗത്തിന്റെ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ എല്ലാം ഉന്നമനത്തിന് വേണ്ടി അല്ല അവരുടെ ശബ്ദമായി മാറുന്നതിൽ അദ്ദേഹം സാഹിത്യത്തിലൂടെയും അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയും എല്ലാം തന്നെ അദ്ദേഹം പുറത്തേക്ക് കാണിച്ചു. അങ്ങനെ കേരളത്തിന് ഒരിക്കലും മറക്കാനാകാത്ത ഒരു വ്യക്തിത്വം തന്നെയാണ് ഇപ്പോൾ വിട ചൊല്ലുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും സംസ്കാര ചടങ്ങുകൾ അല്പസമയം മുമ്പാണ് വീട്ടുവളപ്പിൽ ആരംഭിച്ചത്. ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഔദ്യോഗിക ബഹുമതികൾ നൽകി. അതോടൊപ്പം തന്നെ രാവിലെ മുതൽ പൊതുദർശനം ഉണ്ടായിരുന്നു. ആ പൊതുദർശനത്തിന് ശേഷമാണ് വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. സംസ്കാര ചടങ്ങുകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സുഹൈൽ, ദളിത് സമൂഹം നേരിട്ട അനീതികളും അസമത്വങ്ങളും തുറന്നു പറയാൻ അധികമൊന്നും എഴുത്തുകൾ ഉണ്ടാവാതിരുന്ന കാലത്ത് ദളിത് സമൂഹത്തിന്റെ വേദനകളും ആകുലതകളും ആത്മരോഷവും ആത്മരോധനവും ചെറിയ പകർച്ച പോലുമില്ലാതെ കൃത്യമായി മുഖ്യധാരയിലേക്ക് എഴുതിയെത്തിച്ച് അവർക്ക് വേണ്ടി സമര പോരാട്ട വീര്യങ്ങൾ മുന്നോട്ട് വെച്ച അതെല്ലാം സാക്ഷിയായ ആ വീര്യത്തിൻ്റെ ആ പോരാട്ടത്തിൻ്റെ പേര് കൂടിയായിരുന്നു കെ കൊച്ചൻ നിസ്സംശയം പറയേണ്ടി വരും. അത്തരത്തിലൊരു മനുഷ്യൻ അതൊരു വല്ലാത്ത വിടവ് തന്നെയായിരിക്കും രാഷ്ട്രീയ സാമൂഹിക കാലത്തെ സംബന്ധിച്ച്. പലപ്പോഴും ഒരിക്കൽ പോലും ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോടോ ഏതെങ്കിലും ജാതി സമൂഹത്തോടോ ജാതി സംഘടനയോടോ സമവാക്യങ്ങളോ ഐക്യപ്പെടലുകളോ ഇല്ലാതെ പോരാട്ടം കൊണ്ട് മാത്രം നേരിടുന്ന അസമത്വങ്ങൾ നേരിടുന്ന മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ശബ്ദമായി മാത്രം പ്രവർത്തിച്ച പ്രമുഖ സാഹിത്യകാരൻ കെ കൊച്ചിന് ഇപ്പോൾ കേരളം വിട പറയുന്നു. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ കോട്ടയത്തെ വീട്ടുവളപ്പിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെയായിരുന്നു കെ കൊച്ചിന്റെ നിര്യാണം. ടോബി അവിടെ നിന്ന് വിശദാംശങ്ങളുമായി ചെയ്യുന്നു. ടോബി, തുടരാം. സുഹൈല്, എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ദളിതരുടെ നീതിക്ക് വേണ്ടി നടത്തിയ അദ്ദേഹത്തിന്റെ കൊച്ചു കൊച്ചു പോരാട്ടങ്ങൾ അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ആ കൊച്ചു കൊച്ചു പോരാട്ടങ്ങളിലൂടെ ഒരു വലിയ മനുഷ്യനായി മാറുന്ന ഒരു വ്യക്തിയെയാണ് നമുക്ക് ഈ കഴിഞ്ഞ കാലയളവിൽ അദ്ദേഹത്തെ കാണാൻ സാധിച്ചത്. അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ ചെറിയ എഴുത്തുകൾ, ചെറിയ ചെറിയ പ്രസംഗങ്ങൾ, പക്ഷെ അതെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ദളിതരുടെ എല്ലാം വിഷയങ്ങൾ പലരും തമസ്കരിക്കുമ്പോഴും അതിനെ കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ, ഒറ്റയാൾ പോരാട്ടങ്ങൾ, ഇതെല്ലാം തന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ നാട്ടിലെ കർഷക തൊഴിലാളി സമരത്തിൽ പങ്കെടുത്തപ്പോൾ തന്നെ അത്തരത്തിലുള്ള ഒരു നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം തുടർന്നു വന്ന അദ്ദേഹത്തിന്റെ നിലപാടുകളെല്ലാം തന്നെ ശരി, ടോബിയാണ് വിശദാംശം നൽകുന്നത്. കെ കൊച്ചിന് കേരളത്തിന്റെ വിട. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്.